ഈ സമയത്ത് വരുന്നൊരു വാർത്ത, ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യ, യുദ്ധത്തിൽ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നമുക്കറിയാം, AP ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടപെട്ടത് വലിയ വിവാദത്തിലേക്ക് പലരും നയിച്ചപ്പോൾ അവരുടെ വധശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഹൃദയം തകർന്നു പോകുന്ന മുറിവുകളുടെ മാത്രം ലോകമായി ഒരു നാട് മാറിയിരിക്കുന്നു. ഗസയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, ഫലസ്തീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ നമ്മോടെല്ലാവരോടും ഉണർത്തുന്നത്. ഒരിക്കലും നീതീകരിക്കാനാവാത്ത വംശഹത്യയാണ് ഗസയിൽ ചെയ്തു കൂട്ടുന്നതെന്ന് അദ്ദേഹം ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. സർവവും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും മുഴുപട്ടിണിയിൽ സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന കേവല ഭക്ഷണ പൊതികൾക്ക് കാത്തു നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് നേരെ പോലും വെടിയുതിർക്കാൻ മുതിരുന്നത് എത്ര കിരാതമായ ആശയമാണ് അക്രമികളെ നയിക്കുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നും കാന്തപുരം പറയുമ്പോൾ വലിയൊരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം ആഴത്തിൽ പറയുകയാണ്, കണ്ണു കുഴിഞ്ഞ, വയറൊട്ടിയ, എല്ലുന്തിയ, ഓരോ നിമിഷവും വിശപ്പിന്റെ മരണവേദനയിൽ നിലവിളിക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ കണ്ണിൽ നിന്ന് മായുന്നില്ല. എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും മാനവിക മൂല്യങ്ങളും കരാറുകളും ലംഘിച്ച് കഴിഞ്ഞ 22 മാസമായി ഇസ്രായേൽ ഗസയിൽ തുടരുന്ന നരഹത്യയും ഉപരോധവും മൂലം ഇതുവരെ 65,000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പട്ടിണി മൂലം മാത്രം മരണപ്പെട്ടത് 193 പേർ. കാന്തപുരം കുറിക്കുകയാണ്, ഈ സാഹചര്യത്തിൽ തിങ്കളാഴ്ച കുടുംബാംഗങ്ങൾക്കൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് സവിശേഷ പ്രാർത്ഥന നടത്തണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം സമുദായത്തോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാനൊന്ന് വായിക്കാം. ഗസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകി എന്നുള്ളതായി വാർത്ത കണ്ടു. ഗസയിൽ വംശഹത്യാ പദ്ധതി നടപ്പിലാക്കിയാണ് സയനിസ്റ്റ് സൈന്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കണ്ണുകുഴിഞ്ഞ, വയറൊട്ടിയ, എല്ലുന്തിയ, ഓരോ നിമിഷവും വിശപ്പിന്റെ മരണവേദനയിൽ നിലവിളിക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ കണ്ണിൽ നിന്ന് മായുന്നില്ല. എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും മാനവിക മൂല്യങ്ങളും കരാറുകളും ലംഘിച്ച് കഴിഞ്ഞ 22 മാസമായി ഇസ്രായേൽ ഗസയിൽ തുടരുന്ന നരഹത്യയും ഉപരോധവും മൂലം ഇതുവരെ 65,000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പട്ടിണി മൂലം മാത്രം മരണപ്പെട്ടത് 193 പേരാണ്. ഒരിക്കലും നീതീകരിക്കാനാവാത്ത സാഹചര്യമാണ്, വംശഹത്യയാണ് ഗസയിൽ ചെയ്തു കൂട്ടുന്നത്. സർവവും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും മുഴുപട്ടിണിയിൽ സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന കേവല ഭക്ഷണ പൊതികൾക്ക് കാത്തു നിൽക്കുന്നവർക്കും നേരെ പോലും വെടിയുതിർക്കാൻ മുതിരുന്നത് എത്ര കിരാതമായ ആശയമാണ് അക്രമികളെ നയിക്കുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ചിത്രങ്ങളും വാർത്തകളും നമ്മളോട് പറഞ്ഞതിനേക്കാളും ഭീകരമാണ് അവസ്ഥ. 81% ജനങ്ങൾക്കും ഭക്ഷ്യോപയോഗം ഏറ്റവും കുറഞ്ഞ നിലയിലാണ്. UN-ന്റെ കണക്ക് 10-ൽ 9 കുടുംബങ്ങളും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടാനായി നെട്ടോട്ടം ഓടുകയാണ്. ഹൃദയം തകർന്നു പോകുന്ന മുറിവുകളുടെ മാത്രം ലോകമായി ഒരു നാട് മാറിയിരിക്കുന്നു. പിറന്ന മണ്ണിൽ അഭയാർത്ഥികളായി അരവയറു പോലും നിറക്കാൻ നിവർത്തിയില്ലാതെ ദയനീയമായി അവർ നമ്മെ നോക്കുന്നു. മാനുഷിക പരിഗണനയിലും ഒരു വിശ്വാസി എന്ന നിലയിലും നമുക്ക് ചില കടമകളുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണവർ. ഓർക്കുമ്പോൾ കണ്ണിൽ നനവ് പടരുന്നു. അവർക്കു വേണ്ടി ഇനിയും റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഗസ നിവാസികളുടെ ക്ഷേമത്തിനും സമാധാനം പുലരുന്നതിനും വേണ്ടി വരുന്ന തിങ്കളാഴ്ച 11/8/2025 മഗ്‌രിബ് നമസ്കാര ശേഷം കുടുംബാംഗങ്ങൾക്കൊപ്പം ഒന്നിച്ചിരുന്ന് സവിശേഷ പ്രാർത്ഥന നടത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മുന്നോടിയായി സുഹൃതങ്ങൾ ഉണ്ടാവുക എന്നത് അതിൻ്റെ സ്വീകാര്യതയും മര്യാദയുടെയും ഭാഗമാണല്ലോ. ആ അർത്ഥത്തിൽ തിങ്കളാഴ്ച പകൽ അന്നേ ദിവസം സുന്നത്തുള്ള നോമ്പ് കഴിയുന്നവരെല്ലാം അനുഷ്ഠിക്കണമെന്ന് ഉണർത്തും. ഫലസ്തീൻ ജനതയ്ക്ക് എത്രയും വേഗം സമാധാന ജീവിതം സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുസ്ലിം സമുദായത്തോട് അഭ്യർത്ഥന നടത്തും. സത്യത്തിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി പൂർണ്ണമായി പിടിച്ചെടുത്തുകൊണ്ട് തന്നെ
മൂന്നാം കക്ഷിക്ക് കൈമാറുമെന്ന് ഇന്നലെ ഇസ്രായേൽ വ്യക്തമാക്കിയതോടുകൂടി അവിടെ ഇനി നടക്കാൻ പോകുന്നത് വംശഹത്യയുടെ അങ്ങേ അറ്റമാണ് എന്ന് ബോധ്യപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തോട് ഒന്നടങ്കം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആത്മസമർപ്പണം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ലോകമറിയുന്ന ഒരു നേതാവിൻ്റെ വാക്കുകളാണത്. ഞാനിപ്പോൾ കാന്തപുരത്തിൻ്റെ ഈ ഒരു പ്രാർത്ഥനയും സുന്നത്ത് നോമ്പിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം തന്നെ കാണാം വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ വന്ന് ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കും. അത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആവില്ല. എൻ്റെ സമുദായത്തിൽപ്പെട്ട ഈ കേരളത്തിലുള്ള പല ആളുകളും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യമില്ലായ്മയും അപജയവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ ഒരു ആഹ്വാനത്തെ, ഒരു അപേക്ഷയെ, അഭ്യർത്ഥനയെ ഒരിക്കലും മുസ്ലിം സമൂഹത്തിന് തട്ടിമാറ്റാൻ കഴിയില്ല. ഏതായാലും ഗസയിൽ സമാധാനം പുലരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.